ഹരേ കൃഷ്ണ. ഇന്ന് നമുക്ക് ഭഗവാൻ അനുഗ്രഹിച്ചാൽ ഈ ഒരു ദശകത്തിലെ ശേഷിച്ച 2 ശ്ലോകങ്ങൾ കൂടി 9ഉം 10ഉം ശ്ലോകങ്ങൾ കൂടി ഭഗവാന്റെ കൃപ കൊണ്ട് വിചാരം ചെയ്ത് ആ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാമെന്ന് കരുതുന്നു. ഇനിയും 9ാമത്തെ ശ്ലോകം. തതശ്ച തേ ഭൂതലരോധിനസ്തരൂൻ ക്രുധാദഹന്തോ ദ്രുഹിണേന വാരിതാ ദ്രുമൈശ്ച ദത്താം തനയാമവാപ്യതാം ത്വദുക്തകാലം സുഖിനോഭിരേമിരേം. ഇനി നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. തതശ്ച തേ ഭൂതലരോധിനസ്തരൂൻ. ഇനിയും ഇവിടെ തൊട്ടു മുൻപുള്ള ശ്ലോകങ്ങൾ വരെ ഭഗവാൻ കൊടുത്ത അനുഗ്രഹങ്ങൾ, ഭഗവാന്റെ നിർദ്ദേശങ്ങൾ ഒക്കെ നമ്മൾ കണ്ടു. ഇവിടെ ഭഗവാൻ അങ്ങനെ തൻ്റെ ആ സ്വരൂപത്തെ മറച്ചതിന് ശേഷം നടന്ന കാര്യമാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. തതശ്ച, തതഹ ച, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് തതശ്ച. തതഹ എന്ന് പറഞ്ഞാൽ അതിന് ശേഷം, അനന്തരം എന്നുള്ള അർത്ഥം. തേ എന്ന് പറഞ്ഞാൽ അവർ, ആ പ്രചേതസ്സുകൾ. ഭൂതലരോധിനസ്തരൂൻ, ഭൂതലരോധിനഃ തരൂൻ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ഭൂതലരോധിനസ്തരൂൻ. ഭൂതലരോധിനഃ എന്ന് പറഞ്ഞാൽ ഭൂതലം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭൂമിയാകെ, ഭൂമണ്ഡലം മുഴുവനാകെ തന്നെ. രോധിന എന്ന് പറഞ്ഞാൽ അതിനെ അങ്ങനെ മൂടുന്ന, അപ്പോൾ ഈ ഭൂമിയാകെ മൂടുന്ന വിധത്തിൽ തരൂൻ, തരൂൻ എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങൾ, തരു വൃക്ഷങ്ങൾ. അപ്പോൾ ഈ ഭഗവാൻ തൻ്റെ ആ ഒരു സ്വരൂപത്തെ മറച്ചു കഴിഞ്ഞ് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകി, വേണ്ട അനുഗ്രഹങ്ങളും നൽകി, ചോദിക്കാതെ തന്നെ ഭഗവാൻ ധാരാളം അനുഗ്രഹങ്ങളും നൽകിയതിന് ശേഷം, നമുക്കറിയാം ജലത്തിൻ്റെ നടുവിൽ ഉള്ളിലിരുന്നിട്ടാണ് ഇവർ തപസ് ചെയ്തുകൊണ്ടിരുന്നത്, ഭഗവാനെ ധ്യാനം ചെയ്തുകൊണ്ടിരുന്നത്. ആ ജലത്തിൽ നിന്നൊക്കെ പുറത്തു വന്ന പ്രചേതസ്സുകൾ കണ്ട കാര്യമാണ് ആദ്യം ഇവിടെ പറയുന്നത്. എന്താ, ഈ ഭൂമണ്ഡലം മുഴുവൻ തന്നെയും വൃക്ഷങ്ങളാൽ അങ്ങനെ മൂടിയിരിക്കുന്നു. അത് കണ്ടിട്ട് ക്രുധാദഹന്തോ, ക്രുധ എന്ന് പറഞ്ഞാൽ കോപിച്ചിട്ട്, ദഹന്തഹ എന്ന് പറഞ്ഞാൽ അതാകെ ദഹിപ്പിക്കുവാൻ തുടങ്ങി. ഈ ഒരു കാലത്തിനുള്ളിൽ തന്നെ പ്രാചീന ബർഹിസ് ഭഗവാനിൽ ലയിച്ചിരുന്നു, സാരൂപ്യം പ്രാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും ഈ ഭൂമണ്ഡലത്തെ രക്ഷിക്കാൻ മറ്റാരുമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഈ ജലത്തിൽ നിന്നും പുറത്തു വന്ന പ്രചേതസ്സുകൾ ഭൂമിയാകെ തന്നെ വൃക്ഷം കൊണ്ട് മൂടുന്നത് കണ്ടപ്പോൾ അതിൽ കോപിച്ച് ഈ വൃക്ഷത്തെ ഒന്നാകെ തന്നെ, അതാണ് ഇനി അടുത്ത പറയുന്നത്, ക്രുധാദഹന്തഃ, വൃക്ഷത്തെ ഒന്നാകെ തന്നെ ദഹിപ്പിക്കുവാനായിട്ട്, തങ്ങളുടെ ആ കോപാഗ്നിയിൽ ദഹിപ്പിക്കുവാനായി തുടങ്ങിയപ്പോൾ ദ്രുഹിണേന വാരിത, ദ്രുഹിണേന എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിനാൽ, വാരിതാഹ തടയപ്പെട്ടു. ബ്രഹ്മാവാണ് വന്നിട്ട് പറയുന്നത്, അരുത്, ഇങ്ങനെ ഈ ഭൂമിയിലെ വൃക്ഷങ്ങളെ ഒന്നാകെ നശിപ്പിക്കരുതേ എന്ന പ്രചേതസ്സുകളോട് പറയുന്നത്. ആ സമയത്ത് ദ്രുമൈശ്ച ദത്താം തനയാമവാപ്യതാം, ദ്രുമൈശ്ച, ദ്രുമൈഹി ത ച, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ദ്രുമൈശ്ച. ദ്രുമൈഹി എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങൾ, ഈ ശേഷിക്കപ്പെട്ട, ദഹിപ്പിക്കാതെ ശേഷിക്കപ്പെട്ട വൃക്ഷങ്ങൾ, ബ്രഹ്മാവിനാൽ തടയപ്പെട്ടത് കൊണ്ട് തന്നെ രക്ഷപ്പെട്ട വൃക്ഷങ്ങൾ, ദത്താം
നൽകപ്പെട്ട, ആ വൃക്ഷങ്ങളാൽ നൽകപ്പെട്ട തനയാമവാപ്യതാം, തനയാം അവാപ്യ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് തനയാമവാപ്യ. തനയാം എന്ന് പറഞ്ഞാൽ മകളെ, അവാപ്യ സ്വീകരിച്ചിട്ട്, താം, താം എന്ന് പറഞ്ഞാൽ ആ എന്നർത്ഥം. ഇവിടെ ആ മകളെ എന്നുള്ള അർത്ഥത്തിലാണ്. ആ മകളെ സ്വീകരിച്ചതിന് ശേഷം അഥവാ ആ മകളെ വിവാഹം ചെയ്തതിന് ശേഷം ത്വദുക്തകാലം, ത്വത് ഉക്തകാലം, അങ്ങയാൽ പറയപ്പെട്ട അത്രയും കാലം. മുൻപ് നമ്മൾ കണ്ടിരുന്നു ഭഗവാൻ കൊടുത്ത അനുഗ്രഹങ്ങളിൽ ഒന്ന് 10,00,000 സംവത്സരം സുഖമായി ഈ ഭൂമിയിൽ വാണുകൊള്ളുവാൻ അനുഗ്രഹിച്ചിരുന്നു. ഇവിടെ അങ്ങനെ ഭഗവാൻ പറയപ്പെട്ട ആ 10,00,000 വത്സരക്കാലം സുഖിനോഭിരേമിരേ, സുഖിനഃ അഭിരേമിരേ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സുഖിനോഭിരേമിരേ. സുഖമായി തന്നെ, സുഖിനഃ എന്ന് പറഞ്ഞാൽ സുഖമായി തന്നെ, അഭിരേമിരേ ആ ശേഷിച്ച ആ ഒരു 10,00,000 വർഷം കഴിച്ചു കൂട്ടുകയും ചെയ്തു. വളരെ സുഖമായി രമിച്ച് അങ്ങനെ കഴിഞ്ഞു കൂടുകയും ചെയ്തു. ഇവിടെ ബ്രഹ്മാവ് വന്ന് ഈ ഒരു കൃത്യത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചപ്പോൾ, പ്രചേതസ്സുകളെ പിന്തിരിപ്പിച്ചപ്പോൾ ശേഷിച്ച വൃക്ഷങ്ങളൊക്കെ സന്തുഷ്ടരായിട്ട്, കാരണം തങ്ങളുടെ ജീവൻ രക്ഷിച്ചത്, തങ്ങളുടെ ഈ ഒരു ആയുസ്സിനെ രക്ഷിച്ചത് ബ്രഹ്മാവാണ്. ആ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ഈ പ്രചേതസ്സുകൾ രക്ഷിച്ചതിൽ സന്തോഷിച്ചിട്ട് തങ്ങളുടെ മകളെ തന്നെ ഈ പ്രചേതസ്സുകൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നു. നമ്മൾ മുൻപേ പറഞ്ഞിരുന്നു, പ്രചേതസ്സുകളുടെ വൃക്ഷങ്ങളുടെ മകളായിട്ട് കണക്കാക്കപ്പെടുന്ന നമ്മൾ പറഞ്ഞിരുന്നു. പ്രംലോച വനത്തിൽ ഉപേക്ഷിച്ചു പോയ വൃക്ഷങ്ങളാൽ സംരക്ഷിച്ച് വളർത്തപ്പെട്ട മാരിഷ എന്ന് പറയുന്ന ആ പുത്രിയെ തന്നെ പ്രചേതസ്സുകൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. ആ ഒരു സന്തോഷം കൊണ്ട് അങ്ങനെ ആ മാരിഷയെ വിവാഹം ചെയ്ത് പ്രചേതസ്സുകൾ 10,00,000 സംവത്സരം അങ്ങനെ സുഖമായി അവിടെ ഈ ഭൂമിയിൽ കഴിച്ചുകൂട്ടി. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. തതശ്ച തേ ഭൂതലരോധിനസ്തരൂൻ കൃഥാദഹന്തോ ദ്രുഹിണേന വാരിതാ ദ്രുമൈശ്ച ദത്താം തനയാമവാപ്യതാം ത്വദുക്തകാലം സുഖിനോഭിരേമിരേം. ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, രണ്ടാമത്തെ വരിയിൽ, ആദ്യത്തേൽ ഭൂതലരോധിനസ്തരൂൻ, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. രണ്ടാമത്തെ വരിയിൽ വാരിതാഹ, അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്, അതും ശ്രദ്ധിക്കുക. പിന്നെ തനയാമവാപ്യ, അവിടെ തനയാം അവാപ്യ ആണ്, അതുകൊണ്ട് തനയാമവാപ്യ മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. പിന്നെ അടുത്ത് ത്വദുക്തകാലം, ഉക്തകാലം, അവിടെ ഉകാരം, അങ്ങയാൽ പറയപ്പെട്ടത്. പിന്നെ അടുത്തത് സുഖിനോഭിരേമിരേ, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം, ഭഗവാൻ ആദ്യം കൊടുത്ത ഒരു അനുഗ്രഹം തന്നെ വൃക്ഷങ്ങളുടെ പുത്രിയെ വിവാഹം ചെയ്ത് 10,00,000 വത്സരം കഴിച്ചുകൂടാൻ സുഖമായി ജീവിക്കുവാൻ കൊടുത്ത അനുഗ്രഹം അങ്ങനെ പൂർത്തിയാക്കി. അങ്ങനെ ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം ദാ ഇവിടെ പൂർത്തിയായിരിക്കുന്നു. ഇനി അടുത്ത ഒരു അനുഗ്രഹം പറഞ്ഞിരുന്നത് പുത്രൻ്റെ കാര്യമായിരുന്നു. അതാണ് 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് 10ാമത്തെ ശ്ലോകം നോക്കാം. അവാപ്യ ദക്ഷം ച സുതം കൃതാധ്വരാ പ്രചേതസോ നാരദലബ്ധയാ ധിയാ അവാപുരാനന്ദപദം തഥാവിധസ്ത്വമീശ വാതാലയനാഥ പാഹി മാം. അവാപ്യ ദക്ഷം, അവാപ്യ എന്ന് പറഞ്ഞാൽ കിട്ടിയിട്ട് ലഭിച്ചതിന് ശേഷം, ദക്ഷം ച സുതം, ദക്ഷം ദക്ഷൻ എന്ന ച സുതം, സുതം എന്നാൽ പുത്രനെ. ഇതായിരുന്നു ഭഗവാൻ രണ്ടാമത് കൊടുത്ത അനുഗ്രഹം അല്ലേ, ദക്ഷൻ എന്ന ഒരു പുത്രൻ ഉണ്ടാകും. ഇവിടെ 10,00,000 വത്സരം ഒന്നിച്ച് സുഖമായി വാണ കഴിഞ്ഞ ആ
ദമ്പതികൾക്ക്, പ്രചേതസ്സുകൾക്കും അതേപോലെ തന്നെ മാരിഷ എന്ന വനപുത്രിക്കും അഥവാ വൃക്ഷങ്ങളുടെ പുത്രിക്കും ഇപ്പോൾ ദക്ഷൻ എന്ന് പറയുന്ന ഒരു പുത്രനെ കിട്ടിയിരിക്കുന്നു. അങ്ങനെ കൃതാധ്വര എന്ന് പറഞ്ഞാൽ അങ്ങനെ കിട്ടിയതിന് ശേഷം ഇവർ വീണ്ടും, കാരണം ഇവരുടെ ഈ പ്രചേതസ്സുകളുടെ ഉള്ളിലുള്ള വാസന എന്ന് പറയുന്നത് ഭഗവത് ധ്യാനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൃതാധ്വര അവർ ധാരാളം യാഗങ്ങൾ ചെയ്യാനായിട്ട് പുറപ്പെട്ടു. അവർക്ക് എന്താണോ ഭഗവാൻ അനുഗ്രഹം കൊടുത്തത് അതിൽ നിന്നും വ്യതിചലിക്കാൻ, ഭഗവാന്റെ നിശ്ചയത്തിൽ നിന്നും വ്യതിചലിക്കാൻ ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ട ഒന്നിനും തന്നെ സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഭഗവാന്റെ അനുഗ്രഹം ആദ്യം പൂർത്തിയാക്കി. എങ്ങനെ? ഭഗവാൻ പറഞ്ഞതുപോലെ ആ വനപുത്രിയെ വിവാഹം ചെയ്തു, ദശലക്ഷ വത്സരം കഴിഞ്ഞു. അതിനുശേഷം ഇവിടെ ദക്ഷൻ എന്ന പുത്രനുമുണ്ടായി. പക്ഷേ ഉള്ളിലുള്ള വാസന എപ്പോഴും ഭഗവാനിലേക്ക് അടുക്കാൻ പ്രേരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ധാരാളം യാഗങ്ങൾ ആ പുത്രനുണ്ടായി കഴിഞ്ഞതിന് ശേഷം ധാരാളം യാഗങ്ങൾ ചെയ്തു. ആര്? പ്രചേതസ്സഹ. ആ പ്രചേതസ്സുകൾ ധാരാളം യാഗം ചെയ്തു. അങ്ങനെ യാഗങ്ങൾ ചെയ്ത് അവരുടെ ശേഷിച്ച ജീവിതം കഴിച്ചു കൂട്ടുമ്പോൾ നാരദലബ്ധയാ നാരദനിൽ നിന്നും, ശ്രീ നാരദ മഹർഷിയിൽ നിന്നും ലഭിച്ച ധിയ. ഇവിടെ ധിയ എന്നുള്ളതിന് ബുദ്ധി എന്നതിനേക്കാളേറെ ആ ആത്മതത്വജ്ഞാനം എന്ന് വേണം നമുക്കതിനെ അർത്ഥമെടുക്കാൻ. ശരിയായ ബുദ്ധി എന്ന് പറഞ്ഞാൽ യാതൊന്നറിഞ്ഞാലാണോ മറ്റുള്ള അറിവുകളൊക്കെ നിഷ്പ്രഭമാകുന്നത്? യാതൊന്നറിഞ്ഞാലാണോ മറ്റുള്ള അറിവുകളൊക്കെ എത്രമാത്രം നിസ്സാരമാണ്, അഥവാ പരമമായ ഈ ഒരു അറിവാണ് ഏറ്റവും ആത്യന്തികമായി നേടേണ്ടത് എന്നറിയുന്നത്. ആ ഒരു പരമമായ സത്യത്തെ, ആ ആത്മജ്ഞാനത്തെ ശ്രീ നാരദ മഹർഷിയിൽ നിന്നും ലഭിച്ചിട്ട് അവാപുരാനന്ദപദം തഥാവിധസ്ത്വമീശ. അവാപുരാനന്ദപദം, അവാപുഹു ആനന്ദപദം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് അവാപുരാനന്ദപദം. അവാപുഹു എന്ന് പറഞ്ഞാൽ അത് ലഭിച്ചു, സിദ്ധിച്ചു, പ്രാപിച്ചു. എന്താ? ആനന്ദപദം. ആനന്ദപദം എന്ന് പറഞ്ഞാൽ ആനന്ദമെന്ന പദത്തെ തന്നെ, അതെന്താ? ഭഗവാനിലേക്ക് തന്നെ അങ്ങോട്ട് ലയിക്കുക. ആ മോക്ഷം തന്നെയാണ് ആനന്ദം എന്ന് പറയുന്ന ആനന്ദപദത്തെ, ഭഗവാനിലേക്ക് എത്തിച്ചേരുക, അല്ലെങ്കിൽ ആ മോക്ഷപദത്തിലേക്ക് എത്തിച്ചേരുക, അതിനെ, ആ പദത്തെ പ്രാപിക്കുക തന്നെ ചെയ്തു. തഥാവിധസ്ത്വമീശ, തഥാവിധഃ അപ്രകാരമെല്ലാമുള്ള ത്വം ഈശഃ, അല്ലയോ ഭഗവാനെ. ഇവിടെ ത്വം എന്ന് പറഞ്ഞാൽ അല്ലയോ ഭഗവാനെ, അല്ലയോ നിന്തിരുവടി അങ്ങ്. ഈശ എന്ന് പറഞ്ഞാൽ ഭഗവാനെ, എല്ലാത്തിനും എല്ലാ ഈശ്വരീയമായ സാത്വിക ഭാവങ്ങൾക്കും ഈശ്വരനായിട്ടുള്ളവനെ, അതാണ് ഈശൻ. അല്ലയോ ഭഗവാനെ, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങനെയുള്ള ഭഗവാനെ, അവിടുന്ന് വാതാലയനാഥ ഗുരുവായൂരപ്പ, ഭഗവാനെ നിന്തിരുവടി, അവിടുന്ന് പാഹി മാം, പാഹി എന്നെ രക്ഷിക്കണമേ, മാം എന്നെ, അല്ലയോ ഗുരുവായൂരപ്പ അവിടുന്ന് എന്നെ രക്ഷിക്കണമേ. അപ്പോൾ നോക്കൂ, ഇവിടെ എന്താണോ ഭഗവാന്റെ നിശ്ചയം അനുസരിച്ച് തന്നെയാണ് പ്രചേതസ്സുകളുടെ ജീവിതം മുന്നോട്ട് പോയത്. ദക്ഷൻ എന്ന ഒരു പുത്രനുണ്ടാകുന്നു. ആ പുത്രന് യൗവനമായി കഴിഞ്ഞപ്പോൾ ആ പുത്രനെ വിവാഹം കഴിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വിവാഹമൊക്കെ കഴിപ്പിച്ച് പത്നിയുടെ സംരക്ഷണം ആ പുത്രൻ്റെ കൈകളിൽ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം വീണ്ടും തങ്ങളുടെ ഉള്ളിലെ വാസനയ്ക്കനുസരിച്ച് തങ്ങളുടെ ജീവിത ലക്ഷ്യം, പരമമായ ലക്ഷ്യം എന്താണോ ആ പദത്തിലേക്ക് ഈ പ്രചേതസ്സുകൾ തിരികെ എത്തുകയാണ്. ധാരാളം യാഗകർമ്മങ്ങളും യജ്ഞങ്ങളുമൊക്കെ നടത്തി അങ്ങനെ ആ ഒരു ജീവിതയാത്രയ്ക്കിടയിൽ ആ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീ നാരദ മഹർഷി അവിടേക്ക് വരുന്ന. അങ്ങനെ നാരദ മഹർഷിയിൽ നിന്നും ആ ഒരു പരമമായ ആത്മതത്വജ്ഞാനത്തെ ഒന്നുകൂടി ഒന്ന് ഉണർത്തിവിട്ടു.
ഇതാണ് പരമമായ ലക്ഷ്യം, ഇതാണ് സത്യം എന്നൊന്നുകൂടി ഒന്ന് മിനുക്കിയെടുത്തു എന്ന് വേണം പറയാൻ. കാരണം അത് നന്നായി അറിയുന്നവരാണ് പ്രചേതസ്സുകൾ. അതുകൊണ്ടാണ് ഒന്നും ആഗ്രഹിക്കാതെ ഭഗവാനെ ധ്യാനം ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിരുന്നത്. അങ്ങനെയുള്ള പ്രചേതസ്സുകളിൽ ആ പരമമായ ബുദ്ധിയെ ഒന്ന് ഉണർത്തിവിട്ടു. അങ്ങനെ നാരദ മഹർഷിയിൽ നിന്നും കിട്ടിയ ആ ശരിയായ തത്വജ്ഞാനം ഗ്രഹിച്ചിട്ട്, അല്ലയോ ഭഗവാനെ, അവിടുന്ന് പറഞ്ഞതുപോലെ, അവിടുന്നാൽ പറയപ്പെട്ടതുപോലെ, അവിടുത്തെ സങ്കല്പം പോലെ ഒടുവിൽ ആ പരമമായ ആനന്ദപദത്തെ, പരമമായ മോക്ഷപദത്തെ പ്രാപിക്കുകയും ചെയ്തു. അപ്രകാരമുള്ള അല്ലയോ ഗുരുവായൂരപ്പ, എന്നെ കാത്തുരക്ഷിക്കണമേ. കാരണം എല്ലാം അവിടുത്തെ സങ്കല്പമാണ്, അവിടുത്തെ നിശ്ചയമാണ് നടക്കുന്നതൊക്കെയും. ഭഗവാനെ, അവിടുന്ന് കാത്തുരക്ഷിക്കണമേ എന്നൊരു പ്രാർത്ഥനയോടുകൂടി ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഈ ഒരു ദശകം അല്ലെങ്കിൽ പ്രചേതസ്സുകളുടെ ഈ ഒരു കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആ ശ്ലോകം നമുക്കൊന്നുകൂടി നോക്കാം. അവാപ്യ ദക്ഷം ച സുതം കൃതാധ്വരാ പ്രചേതസോ നാരദലബ്ധയാ ധിയാ അവാപുരാനന്ദപദം തഥാവിധസ്ത്വമീശ വാതാലയനാഥ പാഹി മാം. നമുക്ക് അത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൃതാധ്വരാ, അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അവാപുരാനന്ദപദം, അവിടെ രായ്ക്ക് അകാരം നീട്ടിയെടുക്കുക, കാരണം ആനന്ദപദമാണ്. പിന്നെ അടുത്ത തഥാവിധസ്ത്വമീശ, അത് കഴിയുന്നതും ചേർത്ത് തന്നെ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ അത് ഇനിയും ചേർത്തെടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ തഥാവിധ, അവിടെ ഒരു വിസർഗം കൊടുത്ത് നിർത്തിക്കൊണ്ട് ത്വമീശ എന്ന് വായിക്കുക. അവിടെ പിന്നെ സാ വേണ്ട, അത് സാ വരുന്നത് ജോയിൻ ചെയ്യാനായിട്ടാണ്. അതുകൊണ്ട് സാ മാറ്റിയിട്ട് ത്വമീശ എന്ന് എടുക്കുക. അവിടെയും ത്വം ഈശ ആണ്, ത്വമീശ ആവരുത്, ത്വമീശ. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഹരേ കൃഷ്ണ.